ഇത് സ്പ്ലെൻഡർ തന്നെയാണ്, ഒരു വെറൈറ്റി സ്പ്ലെൻഡറാണ്. ഇതിൻ്റെ അകത്ത് കസ്റ്റമർ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് എടുത്ത കസ്റ്റമർ ഇതിൻ്റെ അകത്ത് ഡിസ്കാണ് കയറ്റിയിട്ടുണ്ട്. സത്യത്തിൽ ഇപ്പോൾ പറഞ്ഞ സ്പ്ലെൻഡറിന് ഡിസ്കില്ല. ഇത് ജൂപ്പിറ്ററിൻ്റെ ഏറ്റവും പുതിയ മോഡലാണ്, ജൂപ്പിറ്റർ 125. ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് ഫ്രണ്ടിലൊക്കെ വരുന്ന 2 ഹെൽമെറ്റൊക്കെ വയ്ക്കാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ അത്. ഇത് വന്നിട്ട് 2023 ഫസീനോ ലേറ്റസ്റ്റ് മോഡലാണ്. ഫസീന എസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് വേരിയൻ്റാണ്. ഇത് ഹൈബ്രിഡ് വണ്ടിയാണ്. ഇത് നമ്മളെ റീസ്റ്റോറേഷൻ വർക്കിന് വന്ന വണ്ടിയാണ്. ഒരു വീട്ടിൽ സ്ക്രാപ്പായിട്ട് കിടന്നൊരു വണ്ടിയാണ്. നമ്മളെ വർക്ക്ഷോപ്പിൽ വെച്ച് ഫുൾ റീസ്റ്റോർ ചെയ്ത് പക്കയായിട്ട് പുത്തൻ പോലെ ആക്കി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ഹോണ്ടയുടെ ഡിയോ BS6 ആണ്. ഡിയോ അത്യാവശ്യം നല്ല ഡിമാൻഡുണ്ട് കേട്ടോ. എപ്പോഴേ അത്യാവശ്യം മാർക്കറ്റിൽ റേറ്റ് ഉണ്ട്. എന്നാലും നമുക്ക് 2020 വണ്ടിയാണ്. ഹായ് ഫ്രണ്ട്സ്, സനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിൽ ആയൂർ എന്ന് പറഞ്ഞ ഭാഗത്താണ് വന്നിരിക്കുന്നത്. പ്രോപ്പർ എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആയൂരിൽ നിന്ന് കൊട്ടാരക്കര പോകുന്ന റൂട്ടിലോട്ട് ഒരു 300 മീറ്റർ മാറി ഗിയർ ഗുരു യൂസ്ഡ് ബൈക്ക് എന്ന് പറയുന്ന ഷോപ്പിൻ്റെ പുതിയൊരു ഷോപ്പ് വന്നിട്ടുണ്ട്. അതായത് കടയ്ക്കൽ ഭാഗത്തായിട്ട് നമ്മൾ ഇവരുടെ വേറെ ഷോപ്പിൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം മാന്യ വിലയിലൊക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ സർവീസിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഷോപ്പാണ് കടയ്ക്കലുള്ള. ഇത് അത്രയും വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. ഇപ്പം ഉദ്ഘാടനം ബേസ് ചെയ്ത് വന്നതാണ്. ഇന്നാണ് ഇവിടുത്തെ ഉദ്ഘാടനം. അപ്പം കുറേ അധികം വണ്ടികളുണ്ട്. 10-25 വണ്ടിയോളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വണ്ടികൾ, യൂസ്ഡ് ബൈക്ക് എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഉതകുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് ഇവിടെ പുതുതായിട്ട് തുടങ്ങിയ ഷോപ്പിലെ വണ്ടികളുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ ആസിഫ് ബ്രോ, നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ പുതിയ ഷോപ്പിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതെ. എങ്ങനെയാണ് ഈ ഇയർ എൻഡിങ് മാസം തന്നെ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ കാരണം എന്താ? അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഓൾറെഡി ഒരു ഷോപ്പ് നമുക്ക് കടക്കിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഡ് ആയിട്ട് ബ്രാഞ്ചായിട്ടാണ് ഇപ്പോൾ ആയൂർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് ഈ ലൊക്കാലിറ്റിയിലൊക്കെ. അപ്പോൾ അവർ കുറച്ചുകൂടി ആക്സസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് തുടങ്ങിയത്. പിന്നെ അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, നമുക്ക് സെയിലുണ്ട്. ആ ഒരു ധൈര്യത്തിൽ പുതിയ ഷോപ്പ് തുടങ്ങിയതിൻ്റെ പ്രമാണിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാൻ ഓഫറോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ? ഉറപ്പായിട്ടും. ഇപ്പോൾ ആദ്യം നമ്മളിന്ന് എടുക്കുന്ന 10 കസ്റ്റമേഴ്സിന് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് പറഞ്ഞാൽ എടുക്കുന്ന സമയത്ത് തന്നെ ഒരു എയർ ഫ്രയർ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ്. അത് ഫസ്റ്റ് ഓഫർ. പിന്നെ ലക്കി ഡ്രോ ഉണ്ട്, പുതിയ ഷോറൂം തുടങ്ങിയതിൻ്റെ ഒരു ഭാഗമായിട്ട്. അപ്പം ലക്കി ഡ്രോ വഴി സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഗിവ് അവേ വരുന്നുണ്ട്, ഒരു ബൈക്ക് ഗിവ് അവേ എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. അതും ഈ 10 പേരിലേ ഉള്ളൂ? അല്ലല്ല, ഗിവ് അവേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നോർമൽ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ളതാണ്. അതാണ് ഒരു ഗിവ് അവേ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്, പുതിയ ഷോറൂം ഓപ്പൺ ആയതിൻ്റെ ഭാഗമായിട്ട്. അത് തന്നെ ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാൽ ഈ ആദ്യത്തെ 10 പേരിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണോ? അല്ലല്ല, 10 പേർക്ക് എയർ ഫ്രയർ കൊടുക്കുക, ആദ്യത്തെ 10 കസ്റ്റമർക്ക്. ഓക്കെ. അപ്പോൾ ഈ ഗീവ് അവേ എത്ര നാളത്തേക്കാണ് ഉള്ളത്? ഗീവ് അവേ നമ്മൾ നെക്സ്റ്റ് വീക്ക് എന്തായാലും അനൗൺസ് ചെയ്യും. ബൈക്കാണ്. അപ്പം അത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ID ഒന്ന് കൊടുത്തിരുന്നാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതാണ് നമ്മൾ ആ ഗീവ് അവേയുടെ റൂൾസും കാര്യങ്ങളൊക്കെ. വേറെ വലിയ റൂളൊന്നും ഉണ്ടാവില്ല. അതൊരു 2 ആഴ്ച 3 ആഴ്ചത്തെ ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നതാണ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞൊരു ഗീവ് അവേ കൊടുത്തതാണ്. ഇവിടെ 5-ലുള്ള അടുത്തൊരു പയ്യനാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ പങ്കെടുത്ത ഗീവ് അവേ ആണത്. ഞങ്ങൾക്ക് അടുത്ത ഗീവ് അവേ ഉടനെ വരുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്തവണത്തെ ഇവിടുത്തെ വണ്ടികൾ ഏകദേശം എത്ര തൊട്ടുള്ള വണ്ടികളാണ് കിടക്കുന്നത്? ഇപ്പോൾ നിലവിൽ നമ്മളിപ്പം ഷോപ്പിൻ്റെ ബ്രോഡത്ത് പറഞ്ഞില്ലായിരുന്നു, ഇനാഗ്രേഷൻ ഇച്ചിരി ഫാസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ഇച്ചിരി മോഡൽ കൂടിയ വണ്ടികളാണ് നമ്മളിൽ സ്റ്റോക്ക് ഇരിക്കുന്നത്. ഇപ്പോൾ 2018 തൊട്ടുള്ള മേലോട്ടുള്ള വണ്ടികളാണ് ഇപ്പോൾ നിലവിൽ ഇരിക്കുന്നത്. 1 വീക്കിനകം ഇച്ചിരി കൂടെ മോഡൽ കുറഞ്ഞ വണ്ടികൾ നമ്മൾ ഈ ഷോപ്പിലേക്ക് വരുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾ നിയറസ്റ്റ് തൊട്ട് അടുത്ത് തന്നെയാണ് നമ്മൾ അടുത്ത് അറിയാമല്ലോ ഷോപ്പ്. അവിടെ ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് എൻക്വയറി അങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യാം. അവിടെ ക്ലോസ് ചെയ്യുന്നതാണ് കേസ്. ഓക്കെ. ഇപ്പം ഇന്ന് തന്നെ ഞാൻ നോക്കിയപ്പോൾ 1-2 വണ്ടികൾ ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ട്. അതെ. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് വരുമ്പോൾ എന്തായാലും ഇന്നിട്ട് നാളെ അതിൻ്റെ റിസൾട്ട് വന്നു തുടങ്ങുള്ളൂ. അതെ അതെ അതെ. അപ്പം നിങ്ങൾ ഈ ബാക്കി 8 പേർക്കാണോ കൊടുക്കുന്നത്, അതോ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടോ? വീഡിയോ കണ്ടുവരുന്ന ഇപ്പം എയർ ഫ്രയറിൻ്റെ ഇത് കഴിഞ്ഞാലും ബ്രോയുടെ വീഡിയോ കണ്ടുവരുന്ന ആളാണെന്ന് പറയുന്നത് നമുക്കൊരു സ്പോട്ടിൽ ഒരു 3000 രൂപ ക്യാഷ് ബാക്ക് കൊടുക്കുക കസ്റ്റമറിന്. ഉറപ്പായിട്ട് കൊടുക്കുക. ഈ ഷോപ്പ് എവിടെയാണെന്ന് കൂടി ഒന്ന് വ്യക്തമാക്കി. പ്രോപ്പർ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് വരുവാണെങ്കിൽ ആയൂർ എത്തുന്നതിന് മുമ്പിട്ടായിട്ടാണ്. ആയൂർ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പിട്ടായിട്ട് വലത് ഭാഗത്ത് കൊല്ലത്തോട്ട് തിരിയുന്ന ആ റോഡ് എത്തുന്നതിന് മുമ്പ് കാണാം മൾട്ടി ബ്രാൻഡ് യൂസ്ഡ് 2 വീലർ നമ്മൾ ബോർഡ് വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ ആയൂർ ജംഗ്ഷൻ കഴിഞ്ഞ് കൊല്ലത്തോട്ട് പോകുന്നതിൻ്റെ ആ റോഡ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ഇട സൈഡ് അവിടെ നോക്കുമ്പോൾ മൾട്ടി ബ്രാൻഡ് 2 വീലറിന് ബോർഡ് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ലൊക്കേഷൻ പിൻ ചെയ്ത് വെച്ചേക്കാം. വണ്ടികൾ കൊടുക്കാം, നമുക്ക് ഒരു സീനും ഇല്ല. ടിയുടെ 110X എന്ന് പറയുന്ന മോഡലാണ്. 2023 മോഡലാണ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? സിംഗിൾ ഓണർഷിപ്പ്. എത്ര ഓടിയിട്ടുണ്ട്? ഇപ്പോൾ കിലോമീറ്റർ 17,000 കിലോമീറ്ററാണ് ഓടിക്കുന്നത്. ജെനുവൻ കിലോമീറ്റർ ഒക്കെ ആണോ? നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മറിച്ചും തിരിച്ചുള്ള കച്ചവടം ഇല്ലല്ലോ.
അല്ല എന്നാലും ചോദിക്കണം. വണ്ടി കണ്ടീഷൻ അല്ലേ? പക്ക എഞ്ചിൻ നമുക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. എത്ര നാളത്തേക്കാണ്? മോഡൽ കൂടിയ എല്ലാ വണ്ടികൾക്കും 3 മാസം എഞ്ചിൻ വാറണ്ടി കൊടുക്കുന്നുണ്ട്. മോഡൽ കൂടിയ വണ്ടി എന്ന് പറയുമ്പോൾ ഏത് വർഷം? 2022 ശേഷമുള്ള എല്ലാ വണ്ടിക്കും 3 മാസം നമുക്ക് എഞ്ചിൻ വാറണ്ടി കൊടുക്കാൻ പറ്റും. 22 ശേഷമുള്ള എല്ലാ വണ്ടിക്കും. പിന്നെ നമ്മളെ നടക്കുന്ന ഏത് വണ്ടിക്കായാലും 1 month എഞ്ചിൻ വാറണ്ടി കൺഫേം ആയിട്ടുണ്ട്. എടുക്കും. ഏത് പഴയതാണെങ്കിലും നമുക്ക് ഒരു 2013 ശേഷമുള്ള എല്ലാ വണ്ടിക്കും 1 മാസം എഞ്ചിൻ വാറണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത് എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 2023 വണ്ടിയാണ്. ഷോപ്പ് ഇനാഗുറേഷൻ ഒക്കെ അല്ലേ, നമുക്കൊരു 68,000 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാം. 2023 വണ്ടി. ലാസ്റ്റ്. അടുത്ത പൾസറാണ്. പൾസറിൻ്റെ 125 എന്ന് പറയുന്ന മോഡലാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. കിലോമീറ്റർ വന്നിട്ടൊരു 10-35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഇതിൻ്റെ അകത്ത് റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. കണ്ടാൽ തന്നെ അറിയാം, നീറ്റായിട്ട് യൂസ് ചെയ്ത വണ്ടിയാണ്. ടയേഴ്സ് ഒക്കെ പുതിയ ടയർ ഇട്ടേക്കാണോ? അതിപ്പം അവർ ചേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക്. ഫ്രണ്ടും ബാക്കും പുത്തൻ ടയർ നടക്കുന്നത്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 2020 പൾസർ, ഒരു 56,000 രൂപ ചെയ്ത് കൊടുക്കാം. 56. ഫ്രണ്ട് മാത്രമല്ലേ ഉള്ളൂ ഡിസ്ക്? ഫ്രണ്ട് ഡിസ്ക്, ബാക്ക് ഡ്രമ്മാണ്. അടുത്തതും CT ആണ്. 2022 മോഡൽ. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പ്. നമ്മളെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ വണ്ടികളും ഓൾമോസ്റ്റ് സിംഗിൾ ഓണർഷിപ്പാണ്. ഇത് 23,000 കിലോമീറ്ററാണ് ഓടിക്കുന്നത്. ബാക്ക് അത്യാവശ്യം നല്ല ടയറാണ്, ഫ്രണ്ട് അത്യാവശ്യം നല്ല ടയറാണ്. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 64,000 രൂപയ്ക്ക് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം. 64. ഇത്തവണ അതുകൊണ്ട് എല്ലാം 50 വണ്ടേ കയറുന്ന വണ്ടികളായിരിക്കും അല്ലേ? 50 രൂപയ്ക്ക് വണ്ടേ കയറുന്ന വണ്ടികളായിരിക്കും. നമുക്കിപ്പം ഞാൻ പറഞ്ഞില്ലേ, 1 വീക്ക് ഗ്യാപ്പിന് നമുക്ക് കുറച്ചുകൂടെ കുറഞ്ഞ വണ്ടികൾ അല്ലെങ്കിൽ എൻക്വയറി ചെയ്താൽ മതി. നമ്മളിലുണ്ട്, സ്റ്റോക്കുണ്ട്. കടക്കൽ ഷോപ്പിലുണ്ട് വണ്ടി. ഇത് ഗ്ലാമറാണ് കേട്ടോ. ഗ്ലാമർ ന്യൂ ഷേപ്പ് 2022 വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. എന്ത് ഓടി? കിലോമീറ്റർ നോക്കട്ടെ. ടയറൊക്കെ നല്ല ടയറാണ്, അത്യാവശ്യം നല്ല ടയറാണ്. കിലോമീറ്റർ 25. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര ചോദിക്കുന്നത്? എത്ര? നമുക്കിത് തീർത്തൊരു 62,000 രൂപയ്ക്ക് കൊടുക്കാം. 62. അടുത്ത എൻഡോർക്ക് 2023 മോഡല്. ഇത് ഇച്ചിരി റയറാണ്. ഓൾഡ് മോഡലിൽ വരുന്ന ന്യൂ ഷേപ്പാണ് സംഭവം. ന്യൂ ഷേപ്പ് അന്ന് ഫസ്റ്റ് എൻഡോർക്ക് ഇറങ്ങിയ ആ ഒരു ഇൻസ്പയർഡ് ആയിട്ട് ഇപ്പോൾ ലാസ്റ്റ് വരെ ഇറക്കി 2023 മോഡലാണ് കേട്ടോ. 23. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ്. ഇപ്പം ചേഞ്ച് ചെയ്തത്, റീസെൻ്റ്ലി ചേഞ്ച് ചെയ്ത ടയറാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എൻഡോർക്കിൻ്റെ ടയറിന് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ല, എൻഡോർക്കിൻ്റെ ഫ്രണ്ട് ടയറിൽ ചെറിയ പ്രശ്നം വരുന്നുണ്ട് കേട്ടോ. എല്ലാ വണ്ടിക്കും ഓൾമോസ്റ്റ് ഒരു വെട്ടിത്തേങ്ങുന്ന ഒരു പരിപാടി ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. അതിന് മാറ്റമൊന്നുമില്ല. നമ്മൾ പുതിയ ടയർ ഇട്ടാലും അത് വെട്ടിത്തേങ്ങുന്നുണ്ട്. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് പുതിയ ഷോപ്പൊക്കെ അല്ലേ. നമുക്ക് 2023 വണ്ടിയാണ്. ഒന്നുകൂടെ പറയാം, നമുക്കൊരു 76,000 രൂപ ലാസ്റ്റ് ചെയ്ത് തരാം. 76. ഇത് നമുക്ക് ജുപ്പിറ്റർ 2018 മോഡലാണ്. സിംഗിൾ ഓണർ തന്നെയാണ്. കിലോമീറ്റർ വന്നിട്ട് 33,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ. ബാക്ക് ടയർ ഒരു 70% ഉണ്ട്. ഫ്രണ്ട് ടയർ കുഴപ്പമില്ല. എത്ര ചോദ്യം? നമുക്കൊരു തീർത്തൊരു 42,000 രൂപ കൊടുക്കാം. 42. ഇത് യമഹയുടെ റേ ഇസഡ് എന്ന് പറയുന്ന മോഡലാണ്. ലേഡീസിനൊക്കെ പറ്റിയ ചെറിയ മോഡലാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. വലിയ വെയിറ്റ് ഒന്നുമില്ല. ബാക്ക് ടയർ ഒരു ആവറേജ് ആണ്, 50% ഉള്ളു. 17,000 കിലോമീറ്റർ ഓടിക്കണം കേട്ടോ. 17,000 കിലോമീറ്റർ. അതിൽ ജെനുവിറ്റിയിൽ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. ചിലപ്പോൾ കേബിൾ അങ്ങനെ ഇനി ഇല്ലാതെ ഓടിയോ നമുക്ക് അറിയത്തില്ല. എന്നാലും ബാക്ക് ടയറൊക്കെ ചേഞ്ച് ചെയ്തേക്കണം, ഫ്രണ്ട് ടയർ ചേഞ്ച് ചെയ്തേക്കണം. എന്നാലും ഒരു 10-25,000 കിലോമീറ്റർ ഓടിക്കണം. എൻ്റെ മേളിൽ ഓടിക്കാൻ ചാൻസ് കുറവാണ്. എത്ര ചോദ്യം? 2018 വണ്ടിയാണ്. നമുക്കൊരു തീർത്തൊരു 39,000 രൂപ കൊടുക്കും. 39. ഇത് ജൂപ്പിറ്ററിൻ്റെ ഏറ്റവും പുതിയ മോഡലാണ്. ജൂപ്പിറ്റർ 125. ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് ഫ്രണ്ടിലൊക്കെ വരുന്ന 2 ഹെൽമെറ്റൊക്കെ വയ്ക്കാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ. അത് ഇത് മൈലേജ് എന്താണ്? അപ്പം ഇതിന് നല്ല മൈലേജ് ഉണ്ട്. 60-65 മൈലേജ് കിട്ടുമെന്നാണ് കസ്റ്റമറിൻ്റെയൊക്കെ ഒരു അഭിപ്രായം. നമ്മൾ വണ്ടി കുറേ കൊടുത്തിട്ടുണ്ട്. TVS അത്യാവശ്യം നല്ല വണ്ടിയാണ് കേട്ടോ. നമുക്ക് 2022 വണ്ടി കേട്ടോ. 2022 ആകുമ്പോൾ നമുക്കൊരു ഓഫർ പ്രൈസിന് കൊടുക്കാം അല്ലേ? നമുക്കൊരു 72,000 രൂപ കൊടുക്കാം. 72. ഈ ബൈക്ക് ഇറങ്ങിയ സമയത്ത് എന്താണ് വില? 2022 എനിക്ക് തോന്നുന്നു ഓൺ എങ്ങനെയായാലും 90-95 രൂപയ്ക്ക് അടുപ്പിച്ച് റേറ്റുണ്ട്. അടുത്ത സ്പ്ലെൻഡറാണ് കേട്ടോ. 2022 മോഡൽ. അത്യാവശ്യം ബ്ലാക്ക് ആക്സലിൻ്റെ എന്ന് പറഞ്ഞ കളറാണ്. ബാക്ക് പുത്തൻ ടയറാണ്, ഇപ്പോൾ മാറ്റിയതുള്ളൂ കേട്ടോ. പുത്തൻ ടയറാണ് നടക്കണേ. കിലോമീറ്റർ വന്നിട്ട് 12,000 കിലോമീറ്ററാണ്. ഫ്രണ്ട് ടയർ സ്റ്റോക്ക് ടയറാണ്. കമ്പനിയിൽ നിന്ന് വരുന്ന ടയർ തന്നെയാണ് കിടക്കുന്നത്.
റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ ഇതിൽ റീപ്ലേസ് ഒന്നുമില്ല. ഇതിൽ റീപ്ലേസ് ചെയ്യാനായിട്ട് ആകെ ടാങ്കും ഒരു 2 ബോഡിയേ ഉള്ളൂ. അതേ ഉള്ളൂ. ഇത് രണ്ടും മാറണം, അല്ലാതെ വേറെ സീനൊന്നും ഇല്ല വണ്ടിക്ക്. എത്ര ചോദ്യം? 2022 വണ്ടിയാണ്. നമുക്ക് ലാസ്റ്റ് തീർത്തൊരു 62,000 രൂപ കൊടുക്കാം. 62. ആ, ഇത് പാഷനാണ് 2019 മോഡൽ. ഈ പാഷൻ പ്രോയ്ക്ക് നല്ല എങ്കിലുള്ള മോഡലാട്ടാ. ന്യൂ ഷേപ്പ് വന്നപ്പോൾ അത്യാവശ്യം മടുപ്പാണ്. ഇത് ഓൾഡ് ഷേപ്പാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഈ വണ്ടി നമ്മൾ ടച്ച് ആൻഡ് പോളിഷ് ചെയ്തിട്ടുണ്ട്. അറിയാൻ പറ്റുന്നുണ്ട്, ടച്ച് ആൻഡ് പോളിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം പറയാം. ഇത് നമുക്ക് തീർത്തൊരു 45,000 രൂപ കൊടുക്കാം. 45. എന്തോ ഓടി ഇത് കിലോമീറ്റർ എസ്റ്റേഡ് ഉണ്ട്, ആവറേജ് ഉണ്ട്. കിലോമീറ്റർ 52 ആണ്. 52 ജെനുവിൻ കിലോമീറ്റർ ആണ്. അതെ അതെ അതെ. ഇതിൽ തിരിമറിയൊന്നും നമ്മൾ തിരിമറിയൊന്നും ചെയ്തിട്ടില്ല. അല്ല, നേരത്തെ പഴയ മോഡലായതുകൊണ്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത് വന്നിട്ട് 2020 മോഡലാണ് കേട്ടോ. കിലോമീറ്റർ 51,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം നീറ്റായിട്ട് ഇരിക്കുകയാണ് വണ്ടി, ക്വാളിറ്റി വണ്ടിയാണ്. ലൗഡ് സൈലൻസർ വെച്ചിട്ടുണ്ട്, ഷോക്കല്ല. അത്യാവശ്യം പക്കാ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. സൈലൻസർ മാറ്റി വെച്ചാ മറ്റേ ലൗഡ് സൈലൻസർ ഇല്ലേ, അത് വെച്ചേക്കുക. പക്ഷെ വണ്ടി നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗിൾ ഓണർ. എത്ര ചോദ്യം? നമുക്കത് 1,25 കൊടുക്കാം. 1,25 ലാസ്റ്റ്. 2020 വണ്ടിയാണ്. ഇത് വന്നിട്ട് ഹോണ്ട ഡിയോ BS6 ആണ്. ഡിയോ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട് കേട്ടോ. എപ്പോഴേ അത്യാവശ്യം മാർക്കറ്റിൽ റേറ്റ് ഉണ്ട്. എന്നാലും നമുക്ക് 2020 വണ്ടിയാണ്. നമുക്ക് ലാസ്റ്റ് തീർത്തൊരു 58,000 രൂപ കൊടുക്കാം. 58. അതിലൊക്കെ എന്തെങ്കിലും ഈ പറയുന്ന തുകയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുമോ? വരും. വന്ന് ഓടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയും. ഫാൾട്ടുകളൊക്കെ ഉണ്ട്. നമുക്ക് സർവീസ് ഉണ്ട്, സെറ്റപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ സർവീസ് ഇല്ല, നമുക്ക് ഓൾറെഡി അവിടെ സർവീസ് ഉണ്ട്. അല്ല, അതല്ല ഞാൻ ചോദിക്കുന്നത്. ഈ പറയുന്ന തുകയിൽ എന്തെങ്കിലുമൊക്കെ വിലയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് വരുമോ? അതെന്തായാലും ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. കസ്റ്റമേഴ്സ് അല്ലേ, അങ്ങോട്ട് ഞാൻ ഉറപ്പായിട്ടും ബാർഗനിങ് ഉണ്ടാവും. അതിൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത് 2021 എൻഡോർക്കാണ്. റേസ് എഡിഷനാണ്. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ. ഇവിടെ ഇരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും സിംഗിൾ ഓണർ തന്നെ. അല്ല, നിങ്ങൾ ഓണർഷിപ്പ് പറയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അതാണല്ലേ. അത് പറയണ്ട, ഞാൻ സെക്കൻഡ് ഓണർ ആണെങ്കിൽ പറയും. സെക്കൻഡ് ഓണർ. ഇത് സിംഗിൾ ഓണറാണ്. 2021 മോഡൽ. എത്ര ചോദ്യം? നമുക്ക് ലാസ്റ്റ് തീർത്തൊരു 63 രൂപ കൊടുക്കാം. 63. എന്ത് ഓടി? കിലോമീറ്റർ അവരുണ്ട്. കിലോമീറ്റർ വന്നിട്ട് 45. ഇച്ചിരി ഓടിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് 2022 എൻഡോർക്കാണ്. ഇത് സൂപ്പർ സ്ക്വാഡ് എന്ന് പറഞ്ഞ എഡിഷനാണ്. ലിമിറ്റഡ് എഡിഷൻ ബ്ലാക്ക് പാന്തർ. ഈ ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞാൽ ഈ കളറും സ്റ്റിക്കറും മാത്രമേ വ്യത്യാസമുള്ളൂ. വേറൊന്നുമില്ല. എല്ലാ ബാഗെല്ലാം സെയിം തന്നെ. ഇത് 19,000 കിലോമീറ്റർ. എല്ലാ സാധനവും സെയിം തന്നെ. സ്റ്റിക്കർ മാറ്റി അടിച്ചേക്കുന്നത് അത്രേ ഉള്ളൂ. സൈലൻസറിലെ സൗണ്ടിൽ പോലും വ്യത്യാസമില്ല. സെയിം തന്നെ. ഇത് 2022 മോഡലാണേ. എത്ര ചോദ്യം? നമുക്ക് ലാസ്റ്റ് തീർത്തൊരു 78,000 രൂപ കൊടുക്കാം. 78. ഇത് വന്നിട്ട് 2023 ഫസീനോ ലേറ്റസ്റ്റ് മോഡലാണ്. ഫസീനോ S എന്ന് പറഞ്ഞാൽ ടോപ്പ് വേരിയൻ്റ് ആണ്. ഇത് ഹൈബ്രിഡ് വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അപ്പോൾ നിലവിൽ എനിക്ക് തോന്നുന്നു സ്കൂട്ടറിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് അല്ലാത്ത സ്കൂട്ടേഴ്സിൽ പെട്രോൾ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു മോഡലാണ്. ആക്സസിനും കിട്ടത്തില്ല, ജുപ്പിറ്ററിനും കിട്ടത്തില്ല. അതിനേക്കാളും മൈലേജ് ഇതിന് കിട്ടുന്നുണ്ട് ഫസീനോയിൽ. സിംഗിൾ ഓണറാണ്. 14,000 കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടി. 14 ഓടിയിട്ടുള്ളൂ. എൻ്റെ നീറ്റ് ഷോറൂം കണ്ടീഷനിൽ ഇരിക്കുകയല്ലേ, പക്കാ വണ്ടി. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കൊരു 2023 വണ്ടിയാണ്. 85,000 രൂപയ്ക്ക് ലാസ്റ്റ് ചേർത്ത് ചെയ്ത് കൊടുക്കാം. 85. ഇതിന് നല്ല ഓൺ റോഡ് വരുന്നുണ്ട്. ഒന്നുമില്ല, ഇത് റീപെയിന്റ് അല്ല, ഇത് കമ്പനി പെയിന്റ് ആണ്. ഈ പീസിന് ആ പെയിന്റ് ആണ് വരുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഷോറൂമിൽ പോയി നോക്കാം. ഒരെണ്ണം ഗ്ലോസി ഒരു ഭാഗം. അത് 2-3 കസ്റ്റമർ ചോദിച്ചായിരുന്നു ഇത് റീപെയിന്റ് ആണോ. അതിനെങ്ങനെ അല്ല, കമ്പനി എന്തുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങിയത് നമുക്കറിയത്തില്ല. അപ്പോൾ ഇത് നമുക്ക് സെയിലിനുള്ള വണ്ടിയല്ല, ഇത് നമ്മളെ റീസ്റ്റോറേഷൻ വർക്കിന് വന്ന വണ്ടിയാണ്. ഒരു വീട്ടിൽ സ്ക്രാപ്പായിട്ട് കിടന്നൊരു വണ്ടിയാണ്. നമ്മളെ വർക്ക്ഷോപ്പിൽ വെച്ച് ഫുൾ റീസ്റ്റോർ ചെയ്ത് പക്കയായിട്ട് പുത്തൻ പോലെ ആക്കി ഇറക്കി വെച്ചിട്ടുണ്ട്. SD-യുടെ വീലും കാര്യങ്ങളും റിമ്മും കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കുന്നത്. 135 ആണ് കേട്ടോ. 98 മോഡലാണ്. പുള്ളിയുടെ അതിയായ ആഗ്രഹം കൊണ്ട് പുള്ളി റീസ്റ്റോർ ചെയ്തെടുത്തതാണ്. ഇങ്ങനെയുള്ള റീസ്റ്റോറേഷൻ വർക്ക് ഉണ്ടെങ്കിലും നമ്മളായിട്ട് ബന്ധപ്പെടുക. ഇത് ഈ റീസ്റ്റോർ ചെയ്യാൻ എന്ത് ചിലവ് വന്നതാണ്? നമുക്ക് ഓൾമോസ്റ്റ് ഇത് ഞാൻ പറഞ്ഞില്ലേ, സ്ക്രാപ്പ് കണ്ടീഷനായിരുന്നു. ഫുൾ എല്ലാ പീസും കാര്യങ്ങളും നമ്മളെല്ലാം ഇൻഡിവിജ്വൽ ഈ റിമ്മിൻ്റെ കമ്പി പോലും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാകെ എൻ്റെ അത് ചേഞ്ച് ചെയ്യാനുള്ള ബാക്ക് ടയർ മാത്രമാണ് ചേഞ്ച് ചെയ്യാം. അത് പുള്ളി ചേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചേഞ്ച് ആക്കാത്തത്. ആ സംഭവം മാത്രമേ ഇത് ചേഞ്ച് ചെയ്യാറുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സാധനവും നമ്മൾ എഞ്ചിൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ.
എൻജിൻ ക്രാങ്ക് കാര്യങ്ങളെല്ലാം പണിഞ്ഞിട്ടുണ്ട്, പക്ക കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. എറൗണ്ട് നമുക്കൊരു 75 രൂപയുടെ അടുപ്പിച്ച് കോസ്റ്റ് വന്നിട്ടുണ്ട്. പുതിയ വണ്ടിയുടെ ഒരു വില വരും. ഞാൻ പറഞ്ഞ സ്ക്രാപ്പ് കണ്ടീഷൻ ആയിരുന്നു, ഒന്നുമില്ല അതിനകത്ത്. ടാങ്ക് ഉൾപ്പെടെ സകല സാധനം നമ്മൾ പുതുതാണ് എടുത്തേക്കണം. ചെയ്സ് മാത്രമേ ഇതിനകത്ത് നമുക്ക് നിലനിർത്താൻ പറ്റും. ചെയ്സും എൻജിൻ കേസും, ബാക്കിയെല്ലാം നമ്മൾ എൻജിനിൻ്റെ പാർട്സ് ഉൾപ്പെടെ നമ്മൾ പുതിയതാണ് ഇതിൻ്റെ അകത്ത് എല്ലാം. പുത്ത വണ്ടി എങ്ങനെ ഓടിക്കുന്നത് അതുപോലെ ഇരിക്കും. അപ്പോൾ ഇത് 2022 സ്പ്ലെൻഡറാണ്. സ്പ്ലെൻഡർ എക്സ്ട്രക്ക് എന്ന് പറഞ്ഞ മോഡലാണ്. ഡിജിറ്റൽ മീറ്ററും മറ്റേ DRLൊക്കെ വരുന്ന മോഡലാണ്. 2022 മോഡൽ. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ വന്നിട്ട് ഒരു ടയേഴ്സ് അത്യാവശ്യം ഒക്കെയാണ്. 38,000 കിലോമീറ്റർ. 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2022 മോഡലാണേ. റീപെയിന്റ് ഒന്നും അല്ല, ഇത് പോളിഷ് ചെയ്തേക്കുന്നതാണ്. ഈ ലൈറ്റിങ്ങിന്റെ കൂടെ ആകുമ്പോഴേ ആ ഒരു ഗ്ലേസിങ് കിട്ടുന്നത് നമുക്ക്. എത്ര ചോദ്യം? നമുക്ക് എക്സ്ട്രാക്കാണ്, സ്പ്ലെൻഡറാണ്. നമുക്ക് ലാസ്റ്റ് തീർത്തൊരു 72 രൂപ ചെയ്ത് കൊടുക്കാം. 72. ഇത് എക്സ്ട്രാക്ക് മോഡൽ ആയതുകൊണ്ട് നമ്മൾ കസ്റ്റമറിൽ നിന്ന് ഡയറക്റ്റ് എടുത്തതാണ്. അടുത്ത ഒരു പക്ക ഷോറൂം കണ്ടീഷൻ ഇരിക്കുന്ന വണ്ടിയാണ്. CT 125X എന്ന് പറഞ്ഞ മോഡലാണ്. CT 100 ഒക്കെ കേട്ടിട്ടില്ലേ? അതാണ് CT 110 ഉണ്ടായിരുന്നു, പിന്നെ 125X. ഇതിലാകുമ്പോൾ മറ്റേ ഡിസ്ക് പ്ലേറ്റും കാര്യങ്ങളും ചാർജിങ് പോർട്ടും കാര്യങ്ങളും സെറ്റപ്പ് എല്ലാം വരുന്ന ഒരു മോഡലാണ്. കിലോമീറ്റർ ഓടിയാണ് 22,000 പക്ഷേ വണ്ടി പക്ക കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. സിംഗിൾ ഓണർ. ബാക്ക് ടയർ അത്യാവശ്യം കുഴപ്പമില്ല, ഫ്രണ്ട് ടയർ ആവറേജ് ആണ്. നമുക്ക് ഇത് 2023 മോഡലാണ്. ഏകദേശം 110 ഓൺറോഡ് വരുന്നുണ്ട് പുതിയ വണ്ടിക്ക്. നമുക്ക് തീർത്തൊരു ലാസ്റ്റ് ഒരു 70,000 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാം. 2023 മോഡൽ. ഇതിപ്പോൾ 2 എൻഡോർക്ക് ഉണ്ട്, രണ്ടും ഓടിച്ചങ്ങ് പറഞ്ഞു പോവാം. ഇത് 2023, അത് 2022. 2022 ആകുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഇത് XP എന്ന് പറഞ്ഞ എഡിഷനാണ്. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ സംഭവം ഇച്ചിരി സ്റ്റിക്കറൊക്കെ മാറ്റി ഇത്തിരി സൈലൻസർ ഇത്തിരി ലൗഡ്നെസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അത് ഇനി TVS വല്ലതും ചെയ്തിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. സംഭവം അങ്ങനെ ഒരു ഇത്തിരി പവർഫുൾ ആണ് വണ്ടി. 2022 മോഡലാണ്. നമുക്ക് തീർത്ത് ലാസ്റ്റ് ഒരു 81 രൂപ കൊടുക്കാം കേട്ടോ. മൈലേജ് ഒക്കെ എല്ലാം ഒരേപോലെ തന്നെയല്ലേ? മൈലേജ് ഒക്കെ സെയിം തന്നെ. XPക്ക് ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു കേട്ടോ മൈലേജ്. കസ്റ്റമറിൻ്റെ ഒരു വെച്ചിട്ട് ഇച്ചിരി മൈലേജ് കുറവാണെന്ന് തോന്നുന്നു. പക്ഷേ റൈസ് എഡിഷൻ അത്രയും നല്ല ഇച്ചിരി മൈലേജ് ഉണ്ട്. ഇത് 2023 മോഡലാണ്. എത്ര ചോദിക്കുന്നത്? നമുക്ക് 85 രൂപയ്ക്ക് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്ത് ഓടി? ഇത് കിലോമീറ്റർ ഇത് 22 22,000. ഇതൊക്കെ എത്ര രൂപ നമുക്ക് ഇറക്കാവുന്ന വണ്ടികളാണ്? അത് പറഞ്ഞില്ലല്ലോ. നമുക്ക് റീഫിനാൻസ് അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാ വണ്ടിക്കും ഫിനാൻസ് കിട്ടും. ഞാൻ പറഞ്ഞു ഇപ്പം മോഡൽ ഇരിക്കുന്ന 2018 ശേഷമുള്ളതൊക്കെ. അപ്പോൾ ഇപ്പം നിലവിൽ 17 തൊട്ട് മേലോട്ട് നമുക്ക് ഫിനാൻസ് ചെയ്യാം. ഇവിടെ ഇരിക്കുന്ന എല്ലാ വണ്ടിയും നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്ത RX ഒഴിച്ച്. ഓക്കെ, ഇപ്പം നമ്മൾ ഫിനാൻസ് ചെയ്യുകയാണെങ്കിൽ ഇത് എത്ര തൊട്ട് നമുക്ക് ഇറക്കാൻ പറ്റും? അതായത് എത്ര ഡൗൺ പേയ്മെന്റ് തന്നാൽ? അത് നമ്മളെ വണ്ടിയുടെ മോഡൽ അനുസരിച്ചാണ്, മീൻസ് വണ്ടിയുടെ ബ്രാൻഡ് അനുസരിച്ചാണ്. എൻഡോർക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു 10-13 രൂപയൊക്കെ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് ചെയ്താൽ വണ്ടി ഇറക്കാൻ പറ്റും. ചിലപ്പോൾ 10 രൂപയ്ക്കും സിബിലൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ ഈ കറക്റ്റ് എമൗണ്ട് എന്നാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കസ്റ്റമേഴ്സ് സിബിലിന് ഇച്ചിരി പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേറെ ഫിനാൻസ് ഒക്കെ സമീപിക്കുന്നത് ഒരു ഡൗൺ പേയ്മെൻറ്റ് കൂടുതലായിരിക്കും. പക്ഷേ അത് എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് നമുക്ക് വണ്ടി എന്തായാലും ഇറക്കി കൊടുക്കും. 1-2 ചാൻസ് 3 ചാൻസിൽ നമുക്ക് പോയാലും നമുക്ക് ഒരുപാട് ഫിനാൻസ് കമ്പനിയായിട്ട് ടൈപ്പ് ഉണ്ട്, നമ്മൾ ചെയ്തു തന്നിരിക്കും. പറ്റൂല എന്നുള്ള സാഹചര്യം മാത്രമാണ് നമ്മൾ ഒഴിവാക്കുന്നത്. ഇത് സ്പ്ലെൻഡർ തന്നെയാണ്, ഒരു വെറൈറ്റി സ്പ്ലെൻഡറാണ്. ഇതിൻ്റെ അകത്ത് കസ്റ്റമർ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് എടുത്ത കസ്റ്റമർ ഇതിൻ്റെ അകത്ത് ഡിസ്കൊക്കെ കയറ്റിയിട്ടുണ്ട്. സത്യത്തിൽ ഇപ്പോൾ പറഞ്ഞ സ്പ്ലെൻഡറിന് ഡിസ്കൊക്കെ ചെയ്തേക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല ഷോക്ക് ഓപ്ഷനും കാര്യങ്ങളൊക്കെയാണ് പുള്ളി ചെയ്തേക്കുന്നത്. പണിഞ്ഞിട്ടുണ്ടല്ലേ? അത്യാവശ്യം വർക്ക് എടുത്തിട്ടുള്ള വണ്ടിയാണ്. ബാക്ക് ടയറൊക്കെ അത്യാവശ്യം ട്രാക്കിനകത്ത് ടയറൊക്കെ കിടക്കുന്നത്. ഫ്രണ്ട് ടയറുണ്ട്, കുഴപ്പമില്ല. ഇത് മോഡൽ വന്നിട്ട് 2021 സിംഗിൾ ഓണർ വണ്ടി. എത്ര ചോദിക്കുന്നത്? നമുക്ക് ലാസ്റ്റ് തീർത്ത് ഒരു 58,000 രൂപ ചെയ്ത് കൊടുക്കാം. 58. എന്തോ ഓടി? കിലോമീറ്റർ വന്നിട്ട് 35. എഞ്ചിൻ സൈഡൊക്കെ പക്കല്ലേ? എഞ്ചിൻ സൈഡ് ഞാൻ പറഞ്ഞില്ലേ, ഗ്യാരണ്ടി കൊടുക്കാം, 3 മാസം ഗ്യാരണ്ടി കൊടുക്കാം. അല്ല, ഇങ്ങനെ പണിഞ്ഞ വണ്ടി എന്നൊക്കെ പറഞ്ഞോണ്ട് ഇല്ല. നമ്മൾ എക്സ്പേർട്ട് ആയിട്ടുള്ള മെക്കാനിക്കിന് വെച്ചല്ലേ വണ്ടി എടുക്കുന്നത്. നമ്മളിപ്പോൾ എടുത്തുകൊണ്ട് വന്നാലും വർക്ക്ഷോപ്പിൽ കയറ്റി അത്യാവശ്യം വർക്കൊക്കെ ചെയ്തിട്ടാണ് കസ്റ്റമറിന് കൊടുക്കുന്നത്. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം പണിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടേ കൊടുക്കുകയുള്ളൂ. പിന്നെ അതുമല്ല എടുത്തുകൊണ്ട് പോയാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് നമ്മളത് പരിഹരിച്ചും കൊടുക്കും. ഇതിപ്പം 2 ഡിയോ ആണ്, ഹോണ്ട ഡിയോ. 2022 മോഡലാണ്. റെഡിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞേ. റെഡ് വരുമ്പോൾ നമുക്ക് കിലോമീറ്റർ വന്നിട്ട് 11,000 കിലോമീറ്ററാണ് ഓടിക്കണേ. 11. ഫസ്റ്റ് ടയർ തന്നെയാണ് കിടക്കുന്നത്. മാക്സിസാണ്, ഇത് കമ്പനിക്ക് മാക്സിസാണ് വരണം കേട്ടോ. ബാക്ക് ടയർ ഇപ്പോൾ റീസെൻ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്.
റീപ്ലേസ് ആയിട്ടൊന്നുമില്ല, പെയിന്റ് കയറിയിട്ടില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഇരിക്കുന്ന വണ്ടിയാണ്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? നമുക്ക് 2022 വണ്ടിയാണ്, ഡിയോ ആണ്. അത്യാവശ്യം ഞാൻ പറഞ്ഞു നേരത്തെ ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞ കാരണം കൊണ്ടല്ല, നമ്മൾ കസ്റ്റമറിന് നമുക്ക് എടുക്കാനുള്ള ഗ്യാപ്പും ആ രീതിക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് റേറ്റ് ആ രീതിക്ക് വരും. ആരും വില കൂടുതലെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യണ്ട. വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന വണ്ടി നമ്മൾ വില കുറച്ച് കൊടുക്കും. 2022 വണ്ടി നമുക്ക് ലാസ്റ്റ് തീർത്ത് ഒരു 68,000 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാം. 68. ഡിയോയും അതുപോലെ തന്നെ 68,000 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാം. കിലോമീറ്റർ ഒന്ന് പറഞ്ഞുതരാം. കിലോമീറ്റർ ഒന്ന് 13,000 കിലോമീറ്റർ, ഇത് 11,000 കിലോമീറ്റർ, 2,000 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അത്രേ ഉള്ളൂ. ഇതും സ്റ്റോക്ക് ടയറാണ്. ഇതിൻ്റെ അകത്ത് MRF ടയറാണ്. കണ്ടീഷൻ തന്നെ, കിലോമീറ്റർ അധികം ഓടിയിട്ടില്ല, നമുക്ക് വണ്ടി കാണുമ്പോൾ ഏകദേശം ഊഹിക്കാമല്ലോ. ക്വാളിറ്റി ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി അല്ലേ. അപ്പം അടുത്തത് ഒരു പക്ക ക്ലീൻ ആക്റ്റീവാണ്. 11,000 കിലോമീറ്റർ ഓടിയേക്കണ വണ്ടി. അത്യാവശ്യം കാണുമ്പോൾ തന്നെ അറിയാം പക്ക ക്വാളിറ്റി ഉണ്ട്. വേറെ തട്ടോ മുട്ടോ ഇതിന് ഈ വെട്ടിത്തേക്കുന്ന പരിപാടി ഇല്ലെന്ന് തോന്നുന്നു. ടയർ കുറച്ചുകൂടി നല്ല ടയറാണ്. ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ട്. അത് കമ്പനി ടയർ അല്ല. അല്ല ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ടയർ ഇത്രയും കിലോമീറ്ററിൽ ഓടിയോളൂ. അത് മിക്കവാറും നേരത്തെ കണക്ക് 8 കണക്കല്ലോ വെട്ടിത്താൻ ഞങ്ങനെ മാറ്റിയതാവാനാണ് ചാൻസ്. ഞാൻ ഹോണ്ടയിൽ ഹിസ്റ്ററി എടുത്തതാണ്. 10,000 കിലോമീറ്ററിലാണ് ലാസ്റ്റ് സർവീസ് ചെയ്തേക്കണേ. എത്ര ചോദിക്കുന്നത്? നമുക്ക് ആക്റ്റീവാണ്, അത്യാവശ്യം ഡിമാൻഡുള്ള വണ്ടിയാണ്. 2022 നമുക്ക് ലാസ്റ്റ് തീർത്തൊരു 78,000 രൂപ ചെയ്ത് കൊടുക്കാം. 78. അപ്പം നിങ്ങൾക്ക് വേണ്ട സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് വെഹിക്കിളും കാര്യങ്ങളും എല്ലാം നമ്മളടുത്തുണ്ട്. അപ്പം നമുക്ക് 2 ഷോറൂമാണ് ഇപ്പോൾ വരുന്നത്. ഇന്നിപ്പോൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്ത് ആയൂർ കടക്കിൽ. അപ്പം ഇതിനകത്ത് റീസ്റ്റോറേഷൻ വർക്ക് കാര്യങ്ങൾ എല്ലാത്തിനും നമ്മളെ സമീപിക്കുക. പറ്റുന്നതിൻ്റെ മാക്സിമം ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം ചെയ്ത് നമ്മൾ നിങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്ന ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ പുതുതായിട്ട് തുടങ്ങിയ ആയൂർ ഷോപ്പ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന്, കടക്കിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതിനൊക്കെ തന്നെ നല്ല സപ്പോർട്ട് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വേറൊന്നുമില്ല. താങ്ക് യു. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. നിങ്ങളൊരു 50 രൂപയ്ക്ക് മുകളിലോട്ട് ഇവിടുത്തെ ഇപ്പം കിടക്കുന്ന വണ്ടികളുടെ ഒരു ക്വാളിറ്റിയും വർഷങ്ങളുടെ കുറവും വെച്ചിട്ട് ഒരു 50 രൂപയ്ക്ക് മുകളിലോട്ട് എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്നതും എടുക്കാൻ കൊള്ളാവുന്നതുമായ വണ്ടികളുടെ ഒരു ലിസ്റ്റാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. തീരെ വില കുറഞ്ഞ വണ്ടികൾ ഇപ്പം ഈ വീഡിയോ കാണിച്ചു തരാനില്ലായിരുന്നു. പുതിയ ഷോപ്പല്ലേ, അപ്പോൾ അത്രയും ക്വാളിറ്റിയുള്ള വണ്ടികളല്ലേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള വണ്ടികളാണ് കിടന്നത് മൊത്തം. കുറഞ്ഞ വിലയ്ക്കുള്ള വണ്ടികൾ വേണമെങ്കിൽ ഇതിൽ തരുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇവർക്ക് വേറെയുള്ള കടക്കൽ ഷോപ്പിൽ വില കുറഞ്ഞ വണ്ടികളും കിടപ്പുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ നോക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാതരം പ്രേക്ഷകർക്കും എടുക്കാൻ കൊള്ളാവുന്ന വണ്ടികളും ഉണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ കാണിച്ചെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ